ഹായ്. നമ്മൾ കുറേ കാര്യങ്ങൾ ചർച്ച ചെയ്തില്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ. നമ്മൾ ഇൻഡസ്ട്രിയുടെ ഭാവി പറഞ്ഞു. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു ഹെർബൽ ഇൻഡസ്ട്രി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് എങ്ങനത്തെയൊക്കെ മൈൻഡ് സെറ്റാണ് വേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ്. അവരുടെ മൈൻഡ് സെറ്റ് ഒന്ന് ക്ലിയർ ആക്കലാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത്. നിങ്ങൾ ഹെർബൽ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എന്നാൽ നിങ്ങൾ പലരും പലയാതി ആശങ്കയിലായിരിക്കും. എനിക്കറിയില്ല, എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടോ, എൻ്റെ കയ്യിൽ പണമുണ്ടോ, എനിക്കത് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയുള്ള തോട്ടുകളിലും ചിന്തകളിലും ഉള്ള ആളുകളായിരിക്കും നിങ്ങളെല്ലാവരും, അല്ലേ? അപ്പം ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളാണ് ഈ ഒരു എൻ്റർപ്രണർ ആകാനുള്ള തടസ്സം തന്നെ. ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ മാറ്റി നിർത്തിയിട്ട് എനിക്ക് കഴിയും, എനിക്ക് സാധിക്കും, എനിക്കത് ചെയ്യാൻ കഴിയും, ഞാനതിന് പ്രാപ്തയാണ് എന്നുള്ളൊരു മൈൻഡ് സെറ്റിലേക്ക് നമ്മളെ കൊണ്ടുവരണം. ഒരു എൻ്റർപ്രണർ എന്നാൽ ഒരു കട തുറക്കണേ അല്ലെങ്കിൽ ഒരു ഷോപ്പ് തുറക്കണ ഒരാളല്ല. അവർ കാര്യങ്ങൾക്ക് അതുപോലെ തന്നെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുന്ന ആളാണ് ഒരു എൻ്റർപ്രണർ എന്ന് പറഞ്ഞാൽ. അതല്ലാതെ ഒരു കട തുടങ്ങണേ, ഒരു ഷോപ്പ് തുടങ്ങണേ ഒരാളല്ല ഒരു എൻ്റർപ്രണർ. അഥവാ ഒരു ഹെർബൽ എൻ്റർപ്രണർ എന്ന് പറഞ്ഞാൽ, ഒരു ഹെർബൽ സംരംഭക എന്ന് പറഞ്ഞാൽ, ഒരു സ്കിന്നിൻ്റെ അല്ലെങ്കിൽ ഒരു ഹെയറിൻ്റെ ഒക്കെ പ്രോബ്ലം കണ്ടാൽ അതിനൊരു സൊല്യൂഷൻ ചെയ്യാൻ പറ്റുന്ന ഒരാളായിരിക്കണം. അതാണ് ഒരു എൻ്റർപ്രണർ, അതല്ലെങ്കിൽ ഒരു ഹെർബൽ സംരംഭക എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന ആൾ എന്നല്ല, ഒരു വാല്യൂ നൽകുന്ന ആൾ എന്നാണ് ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആളുകൾ ചിന്തിക്കും ഈ ഒരു സംരംഭകയാകാൻ വലിയ ഇൻവെസ്റ്റ് വേണം, അതുപോലെ തന്നെ വലിയൊരു സാമ്രാജ്യം കെട്ടിപ്പടുക്കണം എന്നുള്ള ചിന്താഗതികളിലൊക്കെ ആയിരിക്കും ആളുകളുടെ ചിന്താഗതി. അങ്ങനെയൊന്നുമല്ല. വലിയ ഇൻവെസ്റ്റ് അല്ല, വലിയൊരു ഐഡിയ ആണ് ഒരു സംരംഭകർക്ക് വേണ്ടത്. വലിയൊരു ഐഡിയ, വലിയൊരു പ്ലാനിങ്. ആദ്യം നമ്മൾ പെർഫെക്റ്റായിട്ട് തുടങ്ങാൻ പഠിക്കുക, പെർഫെക്റ്റായിട്ട് തുടങ്ങുക. എന്നിട്ട് നമ്മൾ ട്രസ്റ്റൊക്കെ അതിൻ്റെ നമ്മളുടെ ബാക്കിൽ ഇങ്ങനെ വന്നോളും. പിന്നെ നമ്മൾ പതുക്കെ അത് ഇങ്ങനെ ഇമ്പ്രൂവ് ആക്കി കൊണ്ടുവരിക. ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് ആണെങ്കിൽ നമ്മൾ മാർക്കറ്റിലും നമുക്ക് പേടിക്കാമല്ലോ. ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റിന് എന്നും മാർക്കറ്റുണ്ട്. അപ്പം നമ്മൾ ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ നോക്കുക. അതുപോലെ തന്നെ കുറഞ്ഞ ഇൻവെസ്റ്റ്മെൻറ്റിൽ തുടങ്ങാൻ നോക്കുക, നല്ല പെർഫെക്റ്റിൽ തുടങ്ങുക. അങ്ങനെ ഇമ്പ്രൂവ് ആയിട്ട് അങ്ങനെ പോയിക്കൊള്ളും. ഈ മാർക്കറ്റിംഗ് എന്നൊക്കെ പറഞ്ഞാൽ ആളുകളെ സഹായിക്കണ ഒരു കാര്യം നമ്മളടുത്ത് ഉണ്ടാകുക എന്നുള്ളതാണ്. അതല്ലാതെ നമ്മളിങ്ങനെ പണം ഉണ്ടാക്കുക എന്നുള്ളതല്ല. ആളുകളെ സഹായിക്കാൻ പറ്റുന്ന ഒരു മാർഗം നമ്മളടുത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ ആളുകൾ നമ്മളിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. എനിക്ക് സെയിൽ ചെയ്യാൻ അറിയില്ല, അതുകൊണ്ട് ഞാനെങ്ങനെ അതൊക്കെ തുടങ്ങിയാൽ വിജയിക്കുമോ എന്നുള്ള തോട്ടൊക്കെ ആയിരിക്കും ഓരോരുത്തർക്കും. പക്ഷേ സെയിൽ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. സെയിൽ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളാരും ഫോഴ്സ് ചെയ്തിട്ട് സെയിൽ ചെയ്യിക്കലില്ല. നമ്മളടുത്തേക്ക് അവരുടെ ആവശ്യങ്ങൾക്ക് നമ്മളടുത്തേക്ക് അവർ വരലാണ്. അപ്പോൾ അത് നമുക്ക് സെയിലായി മാറലാണ്. നമ്മളൊരു പ്രോബ്ലത്തിനൊരു സോൾവ് കൊണ്ടുവരുമ്പം അതിനുള്ള ആളുകൾ അടുത്തേക്ക് വരും. അങ്ങനെയാണ് നമ്മൾ സെയിൽ ചെയ്യുക. നമ്മളൊരു കസ്റ്റമറെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ കസ്റ്റമർ പ്രശ്നങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. എന്നിട്ട് നമുക്കതിന് പറ്റും, അവരുടെ പ്രശ്നങ്ങൾ തീർക്കാൻ നമ്മുടെ അടുത്ത് അതിനൊരു പ്രോബ്ലം അല്ല ഒരു സൊല്യൂഷൻ ഉണ്ട് എന്ന് അവർക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അവർ നമ്മളോട് അവർക്ക് വേണ്ട പ്രശ്നങ്ങൾ പറയുകയും അതിനുള്ള പരിഹാരം നമ്മൾ നേടിക്കൊടുക്കുകയും ചെയ്യും. റിസൾട്ട് നൽകുന്ന നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് ആയിരിക്കണം നമ്മളുടേത്. നല്ല ക്വാളിറ്റി സാധനങ്ങളും ഇൻഗ്രീഡിയൻറ്റുകൾ ഉപയോഗിച്ച നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റുകളായിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ ആ പ്രൊഡക്റ്റിനെ കുറിച്ചും അതിൻ്റെ ഓരോ കാര്യങ്ങളെക്കുറിച്ചും നിരന്തരം പഠിച്ചുകൊണ്ടേയിരിക്കണം. നിരന്തരം പഠിച്ചുകൊണ്ടും ഗവേഷണം ചെയ്തുകൊണ്ടും റിസർച്ച് നടത്തിക്കൊണ്ടും ഇരിക്കണം. ഇതാണ് ഏറ്റവും വലിയൊരു തത്വം. ചെറിയ രീതിയിൽ ചെറിയ വളർച്ചകൾ ദിവസം ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. നമ്മളെ പ്രൊഡക്റ്റിൽ തന്നെ നമ്മളിങ്ങനെ പലജാതി പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും നടത്തി നോക്കുക, അതിൽ വിജയിക്കാൻ നമ്മൾ തന്നെ തയ്യാറാകുക.
വിജയിക്കാൻ തരത്തിലുള്ള പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും നമ്മൾ ചെയ്ത് പരീക്ഷണത്തിൽ വിജയിക്കാൻ നോക്കുക. പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളൊക്കെ നമ്മൾ ഡോക്യുമെൻ്റ് ആക്കി വെക്കുക. അതുപോലെ കസ്റ്റമറുടെ റിവ്യൂ നമ്മൾ സംഭരിച്ച് വെക്കുക. ഏതൊരു പ്രൊഡക്റ്റായാലും അതിൻ്റെ ചിലവുകളും വരവുകളും എല്ലാം നമ്മൾ കുറിപ്പായിട്ട് തയ്യാറാക്കി വെക്കുക. ഇതൊക്കെ ചെയ്യുന്നതിലൂടെ തന്നെ നമ്മുടെ ബ്രാൻഡ് ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ നമ്മുടെ പ്രൊഡക്റ്റിനും ആവശ്യക്കാർ വരും. അങ്ങനെ നമുക്ക് സെയിലും വർദ്ധിച്ചു കൊണ്ടേയിരിക്കും. പ്രൊഡക്റ്റ് വാങ്ങുന്നതിന് മുമ്പ് അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിൽക്കണം. വാങ്ങിയിട്ട് ശേഷവും അവരെ നമ്മളിങ്ങനെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടും. നമ്മളെ ഒരു ബിസിനസ് തുടങ്ങുമ്പം അതൊന്നും തന്നെ വളർന്ന് നാളേക്ക് അത് വലിയൊരു സംഭവമായി മാറും എന്നൊന്നും മനസ്സിലാക്കരുത് കേട്ടോ. നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തെന്ന് വെച്ചാൽ അതിന്ന് തുടങ്ങി അതൊരു കുട്ടി വളരും പോലെ ഇങ്ങനെ വളർന്ന് ഒരു കുട്ടി ഒരു വയസ്സാകുമ്പോൾ നടക്കാൻ പഠിക്കലുള്ളൂ. അതുപോലെ തന്നെ നമ്മളെ ബിസിനസ് വല്ല ഇങ്ങനെ നടക്കാൻ പഠിക്കലുണ്ടാവുള്ളൂ. അത് നമ്മളെ അടുത്തുനിന്ന് വേറൊരാളടുത്തേക്കോ രണ്ടാളടുത്തേക്കോ അല്ലെങ്കിൽ 10 ആളടുത്തേക്കൊക്കെ എത്തിയിട്ടേ ഉണ്ടാവുള്ളൂ. അങ്ങനെ നമ്മളെ ബിസിനസ് വളരുള്ളൂ. അതല്ലാതെ ഇന്നോട് തുടങ്ങി നാളെ വലിയൊരു സംഭവമായിട്ട് മാറൊന്നുമില്ല. അപ്പം അങ്ങനെയൊക്കെ നമ്മളെ മൈൻഡ് സെറ്റിനെ പറഞ്ഞ് മനസ്സിലാക്കണം. ഇത് വല്ലേ വളരുള്ളൂ, കുട്ടികൾ വളരും പോലെ വളരുള്ളൂ എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഒരു നീണ്ട കാലം കൊണ്ട് തന്നെ നമ്മളിത് വളരുള്ളൂ എന്നുള്ളൊരു തിങ്കിങ് നമുക്കും ഒരു തോട്ടിങ്ങും നമുക്ക് തന്നെ വേണം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ട്രസ്റ്റ് ബിൽഡ് ചെയ്തെടുക്കാനാണ് സമയം. ആ സമയമാണ് പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരിത്. ആ സമയത്ത് ട്രസ്റ്റ് ബിൽഡ് ചെയ്തെടുക്കാൻ ഒരു സമയം നമ്മൾ കൊടുത്തേ പറ്റുള്ളൂ. കൊടുത്തെങ്കിലേ നമ്മുടെ ബിസിനസ് വളരും. അങ്ങനെ ആൾക്കാരുടെ ഇടയിൽ നമ്മൾ ട്രസ്റ്റ് ഉള്ളവരായി അങ്ങനെ പ്രൊഡക്റ്റിനെ പറ്റി അറിഞ്ഞ് മനസ്സിലാക്കി ആൾക്കാർ വന്ന് സെയിൽ വന്ന് അങ്ങനെയാണ്. അതല്ലാതെ പെട്ടെന്ന് പൈസ ഉണ്ടാക്കുക എന്നുള്ളൊരു ഐഡിയ ബിസിനസ്സിലില്ല കേട്ടോ. പെട്ടെന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റൂല. ഒരു ഹെർബൽ പ്രൊഡക്റ്റ് ചെയ്യണ ഒരാൾ ഒരു ഹാബിറ്റ് നോക്കാം നമുക്ക്. എങ്ങനെ വെച്ചാൽ നമ്മൾ രാവിലെ തന്നെ എണീറ്റ് കഴിഞ്ഞാൽ അവരെ പ്രഭാത കൃത്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ അരമണിക്കൂറിനെങ്കിലും നമുക്ക് പഠനത്തിന് വേണ്ടി നമ്മൾ മാറ്റി വെക്കണം. എന്ത് പഠനം? നമ്മൾ ഈ പ്രൊഡക്റ്റുകളെ പറ്റിയുള്ള പഠനം. പിന്നെ അതുപോലെ തന്നെ അതിനെ പറ്റിയുള്ള റിസേർച്ചിങ്, അതിനും നമ്മളൊരു അരമണിക്കൂർ മാറ്റി വെക്കണം. പിന്നെ നമ്മുടെ ഇന്നത്തെ പ്ലാനിങ്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മളൊരു അരമണിക്കൂർ രാവിലെ തന്നെ നമ്മൾ അതിന് മനസ്സിൽ കരുതി വെക്കണം. ഓരോ ദിവസവും ഓരോ പ്രൊഡക്റ്റ് നമ്മളിങ്ങനെ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കണം. അതുപോലെ കസ്റ്റമറിനോട് സംസാരിച്ചു കൊണ്ടിരിക്കണം. അതുപോലെ തന്നെ ദിവസവും ഒരു വീഡിയോ തന്നെയെങ്കിലും അപ്ലോഡ് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കണം. എങ്ങനെ വെച്ചാൽ നമ്മൾ പ്രൊഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ വീഡിയോകൾ നമുക്ക് ദിവസം ഇല്ലാതിരിക്കൂല. എന്തെങ്കിലും ഒരു കണ്ടൻറ്റ് നമ്മൾ അന്ന് വ്യാപൃതരായിരിക്കണ എന്തെങ്കിലും ഒരു കണ്ടൻറ്റ് നമ്മൾ ദിവസവും സോഷ്യൽ മീഡിയയിൽ നമ്മൾ അതിലെ പ്രസൻസ് കാണിക്കാൻ വേണ്ടി നമ്മൾ ഷെയർ ചെയ്യുക. ഓരോ ദിവസവും നമ്മൾ പഠിച്ചതും അതുപോലെ തന്നെ നമ്മൾ റിസർച്ച് ചെയ്തതൊക്കെ നമ്മൾ അവലോകനം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് ഇതിലുള്ള ചാലഞ്ചും കൂടി എന്തൊക്കെയാണെന്ന് നമുക്ക് ശ്രദ്ധിക്കട്ടോ. എന്തൊക്കെ നമ്മൾ ഒരു ഹെർബൽ ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ ഇതിലുള്ള ചാലഞ്ച് എന്താ വെച്ചാൽ നമുക്കിത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു പേടി ഉണ്ടാവും. അതാണ് ഒന്നാമതായിട്ട് തന്നെ ഉണ്ടാവുക. ഭയങ്കര പേടിയായിരിക്കും. ആ പേടിനൊന്നും നമ്മളൊരു മെയിൻറ്റ് ചെയ്യരുത്. രണ്ടാമതായിട്ട് നമുക്കിത് പരാജയപ്പെടുമോ, ഞാൻ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇത് പരാജയപ്പെടുമോ, ആളുകളെന്താ പറയുക എന്നൊക്കെ ഉള്ളൊരു തോട്ടിലൂടെ ഉള്ളൊരു ചാലഞ്ച്. പിന്നെ മൂന്നാമതായിട്ട് നമ്മുടെ കോമ്പറ്റീറ്ററെ നമുക്ക് മറികടക്കാൻ പറ്റുമോ, അവരോട് നമ്മൾ ചാലഞ്ച് ചെയ്താൽ നമ്മൾ വിജയിക്കുമോ എന്നൊക്കെ ഉള്ള. പിന്നെ നമുക്കുള്ള ചാലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് കമൻറ്റുകളാണ്. നെഗറ്റീവ് കമൻറ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. പക്ഷെ അതിനൊന്നും നമ്മൾ തളരാൻ പോകരുത്. നമ്മളതിലൊന്നും മൈൻഡ് കൊടുക്കാൻ പോകരുത്. പിന്നെ നമുക്ക് പൈസൻ്റെ കുറവ് വരും. അതും നമ്മുടെ കസ്റ്റമർ നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ അതും ക്ലിയർ ആവും. പക്ഷേ അതിനൊക്കെ നമ്മൾ സമയം കാത്തിരിക്കേണ്ടി വരും. അതുപോലെ തന്നെ ഫാമിലി പ്രഷർ ഭയങ്കരമായിരിക്കും. അതൊക്കെ നമ്മൾ സോൾവ് ചെയ്യാൻ വേണ്ടി ഉള്ള ഒരു കാര്യങ്ങൾ, ഒരു മൈൻഡ് സെറ്റ് നമ്മളെ കയ്യിൽ വേണം. അപ്പം ഇങ്ങനത്തെ ഓരോ ചാലഞ്ചിനും നമ്മളൊരു പരിഹാരം കണ്ടെത്തിയിട്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാം. ഫാമിലിയിലുള്ള പ്രശ്നങ്ങളായാലും അതുപോലെ തന്നെ സ്വന്തമായിട്ട് ഓരോ ഡൗട്ടുകൾ ഉണ്ടാവും നമുക്ക്. നമ്മളോടിത് ചെയ്യാൻ പറ്റുമോ, അത് നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ള അങ്ങനത്തെ തരത്തിലുള്ള ഡൗട്ടുകളുണ്ടാവും. അതിനൊക്കെ നമ്മൾ അതിജീവിക്കണ കോലത്തിലുള്ള ഒരു മൈൻഡ് സെറ്റ് നമ്മൾ ആദ്യം തന്നെ ക്ലിയർ ചെയ്യണം.
കോമ്പറ്റീറ്റർ ഉള്ളതുകൊണ്ട് നമ്മൾ ബിസിനസ് നടത്തണം വേണ്ട. നമ്മുടെ പ്രൊഡക്റ്റിൽ ക്വാളിറ്റി ഉണ്ടാക്കിയാൽ മതി. നമ്മൾ കോമ്പറ്റീറ്ററൊക്കെ നമുക്ക് അതിജീവിക്കാൻ പറ്റും. അപ്പോൾ ഏതൊരാൾക്കും ഹെർബൽ ബിസിനസ് തുടങ്ങുന്ന ഏതൊരാൾക്കും പെർഫെക്ഷൻ അല്ല വേണ്ടത്. തുടങ്ങുന്ന സമയത്ത് പെർഫെക്ഷൻ വേണ്ട, ഒരു ബ്രാൻഡ് വേണ്ട, ഒന്നും വേണ്ട. നിങ്ങൾക്ക് നല്ലൊരു ക്ലിയറായ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് തന്നെ നിങ്ങളുടെ ഒരു വളർച്ചയിലേക്ക് എത്തിക്കാൻ അത് തന്നെ ധാരാളം മതി. ഒരു പെർഫെക്റ്റ് ഒരു വെബ്സൈറ്റ് ഉണ്ടായിക്കോണമെന്നില്ല, ഒരു ലോഗോ ഉണ്ടായിക്കോണമെന്നില്ല, ഒരു ട്രസ്റ്റ് ഉണ്ടായിക്കോണമെന്നില്ല. അതൊക്കെ പെർഫെക്ഷനിലേക്ക് നമ്മൾ ഈ മൈൻഡ് സെറ്റ് കൊണ്ട് നമുക്ക് എത്തിക്കാൻ പറ്റും. അപ്പം ഇന്ന് മുതൽ നിങ്ങളൊരു തീരുമാനം എടുക്കുക. ഞാൻ തുടങ്ങും, എനിക്ക് തുടങ്ങാൻ പറ്റും, എന്നോട് ചെയ്യാൻ പറ്റും, ഞാനിത് തുടങ്ങിയാൽ ഇത് എനിക്കിതിൽ വിജയിക്കാൻ പറ്റും എന്നുള്ളൊരു ചിന്താഗതിയിൽ ഒരു തോട്ടിൽ നിങ്ങൾ ഈ ഹെർബൽ ബിസിനസ്സിലേക്ക് നിങ്ങൾ ഇറങ്ങുക. നിങ്ങൾ വിജയിക്കും എന്നുള്ള നിങ്ങളുടെ ഒരു മൈൻഡ് സെറ്റ് തന്നെ മതി ഇതിനെ വിജയിപ്പിക്കാൻ. നിങ്ങൾ ചെറിയൊരു ആക്ഷനിലൂടെ ഇതിൽ തുടങ്ങുക, കൺസിസ്റ്റൻസി ആയിട്ട് പ്രവർത്തിക്കുക. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഓരോ ദിവസവും കണ്ടൻറ്റുകൾ അപ്ലോഡ് ചെയ്യുക, കസ്റ്റമറെ ട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കുക, ബ്രാൻഡ് വളർത്തുക. അങ്ങനെ ഒരു ഫ്രീഡം നിങ്ങൾ തന്നെ കൊണ്ടുവരിക. അങ്ങനെ നിങ്ങളൊരു ബ്രാൻഡായിട്ട് വലിയൊരു സംരംഭമായിട്ട് നിങ്ങൾ വളരും. ഹെർബൽ സംരംഭക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊഡക്റ്റ് വിൽക്കുന്ന ഒരാൾ മാത്രമല്ല, കസ്റ്റമറുടെ ആരോഗ്യത്തിന് പ്രാധാന്യം കൊടുക്കണേ, അതല്ലെങ്കിൽ കസ്റ്റമറുടെ സ്കിന്നിന് ഹെയറിനൊക്കെ പ്രാധാന്യം കൊടുക്കുന്ന ഒരാൾ, ഒരു വിശ്വാസമുള്ള ഒരാളായി മാറുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ചിന്താഗതി. ഇങ്ങനെ നിങ്ങളെടുക്കുന്ന ഒരു തീരുമാനമാണ് നാളത്തെ ഒരു ബ്രാൻഡിൻ്റെ നിർമ്മാണം എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഇതിലേക്ക് ഇറങ്ങിയിട്ട് ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാവുക. രീതിയിൽ തന്നെയാണ് കേട്ടോ ഞാനൊക്കെ ഇതിലേക്ക് വന്നത്. ഞാൻ ചെറുതായിട്ട് തുടങ്ങി. എനിക്കെൻ്റെ ജീവിത പ്രാരാബ്ദങ്ങൾക്കിടയിൽ ഇങ്ങനെ ഒരു ബിസിനസ് ഉണ്ടെങ്കിലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ചിന്താഗതിയിൽ നിന്നാണ് ഞാൻ ഇതിലേക്ക് വന്നത്. അങ്ങനെ ഞാൻ തന്നെ ഞാൻ പണ്ടതൊക്കെ പറഞ്ഞതുപോലെ എനിക്ക് ഇത് ഹെർബൽ പ്രൊഡക്റ്റുകൾ ഫീൽ ചെയ്ത ആ ഗുണം മനസ്സിലാക്കിയിട്ടാണ് ഞാൻ മറ്റുള്ളവർക്കും കൂടി ഈ ഗുണം കിട്ടിക്കോട്ടെ, മറ്റുള്ളവർക്കും കൂടി ഞാൻ സജസ്റ്റ് ചെയ്ത് അങ്ങനെയാണ് ഞാൻ ഈ ഒരു രംഗത്തിലേക്ക് ഇറങ്ങിയതും. അങ്ങനെയാണ് ഞാൻ ഈ രംഗത്ത് എത്തിപ്പെട്ടതും. അപ്പം അതുപോലെ അങ്ങനെ എൻ്റെ മൈൻഡ് സെറ്റ് കൊണ്ട് തന്നെയാണ് ഞാൻ ഇത്രയും ലെവലിലെത്തിയത്. അപ്പം നിങ്ങൾക്കും ഇങ്ങനെയൊക്കെ എത്താൻ പറ്റും. നിങ്ങളും ഇതിന് വേണ്ടിയുള്ള നല്ലൊരു മൈൻഡ് സെറ്റ് ക്ലിയർ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കും ഈ ഒരു രീതിയിലൊക്കെ സംരംഭം കൊണ്ടുപോകാൻ നിങ്ങളോടും കഴിയും, നിങ്ങൾക്കും സാധിക്കും. അപ്പം നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിയും അതുപോലെ നമ്മളോടുള്ള വിശ്വസ്തതയും അതുപോലെ നമ്മുടെ തുടർച്ചയായ റിസർച്ചിങ്, പഠനം, പ്ലാനിങ് ഇതൊക്കെയാണ് നമ്മളൊരു സംരംഭമാക്കിയിട്ട് നമ്മളെ ഒരു സ്ഥാനത്ത് എത്തിക്കണത്. അപ്പം നിങ്ങൾ ഇതിലേക്ക് വന്ന് നിങ്ങളും ഇതുപോലെ വിജയിക്കാൻ നിങ്ങളും തയ്യാറെടുത്തോളൂ. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.